സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് ശുദ്ധ തട്ടിപ്പാണെന്നും പാലാ നിയോജക മണ്ഡലത്തോടുള്ള അവഗണന തുടരുകയാണെന്നും മാണി സി കാപ്പൻ എം.എൽ.എ. ഭരണത്തിൽ പങ്കാളിത്തമുള്ളവർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയാണ്. മുൻ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഒന്നും നടപ്പായില്ല. ഈ ബഡ്ജറ്റിൽ ജനറൽ ആശുപത്രി ബൈപ്പാസ് ലിങ്ക് റോഡിന് 540 മീറ്റർ ദൂരം ഭൂമി ഏറ്റെടുത്ത് പണിയുന്നതിന് 2 കോടിയും ജനറൽ ആശുപത്രി കെട്ടിടം നവീകരിക്കുന്നതിനും സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിനും ഡിജിറ്റൽ എക്സ്റേ മെഷീൻ വാങ്ങിക്കുന്നതിനുമായി 1.50 കോടിയും അനുവദിച്ചിട്ടുണ്ട്. ഗതാഗത വകുപ്പിൽ പാലാ KSRTC ഡിപ്പോ നവീകരണത്തിനും പാർക്കിംഗ് സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി 4 കോടി രൂപയും അനുവദിച്ചു. മുത്തോലിയിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് കോളേജിന് 3 കോടി ബഡ്ജറ്റിലുണ്ട്. IIIT-യോടനുബന്ധിച്ച് യൂണിവേഴ്സിറ്റിക്കായി 5 കോടിയും പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന് 3 കോടിയും ബഡ്ജറ്റ് പ്രഖ്യാപനമുണ്ട്. പ്ലാസനാൽ ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിനായി മുൻവശ റൂഫിംഗിനായി 35 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ സർക്കാരിന്റെ മുൻ ബഡ്ജറ്റുകളിലെ പോലെ തന്നെ KM മാണി ഫൗണ്ടേഷന് ഈ വർഷവും 5 കോടി അനുവദിച്ച് KM മാണിയെ അപമാനിക്കുകയാണ്. 23 കോടി 85 ലക്ഷം രൂപയാണ് ഈ ബഡ്ജറ്റിൽ ആകെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2020-21 ബഡ്ജറ്റിൽ 19 കോടി 80 ലക്ഷം അനുവദിച്ച ടെൻഡർ നടപടികൾ ആരംഭിച്ച അരുണാവരം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് കഴിഞ്ഞ വർഷവും ഈ വർഷവും 3 കോടി രൂപ വീതം അനുവദിക്കുന്നു എന്ന പ്രഖ്യാപനം തട്ടിപ്പാണ്. 3 വർഷം മുമ്പ് പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന കടവുപുഴ പാലത്തിന് ഈ ബഡ്ജറ്റിലും ആവശ്യത്തിന് പണമില്ല. 2021-22 ബഡ്ജറ്റിൽ 5 കോടി അനുവദിച്ച കുരിശിങ്കൽ പാലം പണി നടന്നിട്ടില്ല. 2022-23 3 കോടി അനുവദിച്ച എലിവാലി കാവുങ്കണ്ണ റോഡ് പണി തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ 50 ലക്ഷം അനുവദിച്ച പാലാ ഗവൺമെന്റ് സ്കൂളിന്റെ റൂഫിംഗ് നടപ്പായില്ല. 10 കോടി മുടക്കിയ കളിയമ്മകൽ പാലത്തിന് അപ്രോച്ച് റോഡിന് നടപടിയില്ല. 2023-24 ബഡ്ജറ്റിൽ 1.5 കോടി അനുവദിച്ച എലിക്കുളം പഞ്ചായത്ത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണി തുടങ്ങിയിട്ടില്ല. മുൻ വർഷങ്ങളിൽ 6 സർക്കാർ സ്കൂളുകൾക്കായി 9 കോടി 85 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും നടപടിയില്ല. കുപ്രസിദ്ധി നേടിയ പാലായിലെ ലണ്ടൻ ബ്രിഡ്ജും ഇനിയും പൂർത്തിയാകാത്ത ബൈപ്പാസിലെ മരിയൻ ജംഗ്ഷനും നാടിനോടുള്ള അവഗണനയുടെ നേർസാക്ഷ്യമാണ്. നിരവധി ആളുകൾ മരണപ്പെട്ട പനക്കപ്പാലം പിഴക ജംഗ്ഷനുകൾ അപകടരഹിതമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പരിഗണിക്കപ്പെട്ടില്ല. 2020 ശേഷം പ്രഖ്യാപിച്ച ഏതെങ്കിലും പദ്ധതികൾ ആരംഭിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്യാതെ പാലായിലെ ജനങ്ങളെ സർക്കാരും ഭരണത്തിൽ പങ്കാളിത്തമുള്ളവരും വെല്ലുവിളിക്കുകയാണ്. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ ഇലക്ഷനെ മുന്നിൽ കണ്ട് പാലായ്ക്ക് വാരിക്കോരി തന്നുവെന്ന് വരുത്താനുള്ള പാഴ്ശ്രമമാണ് ബഡ്ജറ്റിലുള്ളത്. നേരത്തെ പ്രഖ്യാപിച്ചവ മുൻഗണനാ ക്രമത്തിൽ പൂർത്തീകരിക്കുന്നതിന് പകരം വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഭൂനികുതി ഇരട്ടിയാക്കിയത് ഉൾപ്പെടെയുള്ള ജനദ്രോഹ നയങ്ങൾക്കും പാലായോടുള്ള അവഗണനയ്ക്കുമെതിരെ ജനരോഷമുയരുമെന്ന് മാണി സി കാപ്പൻ എം.എൽ.എ. പറഞ്ഞു.